ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസ്വിറ്റ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ പറയുന്ന ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാമാണെന്നുള്ളതാണ്. നമ്മൾ എല്ലാ ദിവസവും ഈ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലൈവായിട്ട് പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും നിങ്ങൾ ഫോണിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ ആണല്ലോ എല്ലാവരും? അല്ലേ, എല്ലാവർക്കും സെറ്റാണല്ലോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ്. അല്ലേ, എന്താണ്? ഇന്ത്യയിലെ സുപ്രീം കോടതികൾ, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ, അതേപോലെ തന്നെ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എന്താണ് ഏകോപിപ്പിക്കുന്നതിനായിട്ട് എന്താണ് ആരംഭിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ് എന്ത് ചെയ്യും നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരമാണെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? ഏതാണ്? ഒന്ന് ഓർത്ത് പറയുക. അതെന്ന് പറഞ്ഞാൽ എന്താണ്? വൺ കേസ് വൺ ഡാറ്റ പദ്ധതിയായിരുന്നു. അല്ലേ, വൺ കേസ് വൺ ഡാറ്റ പദ്ധതിയാണ്. പ്രധാനമായിട്ടും എന്താണ് സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ, അല്ലെ കീഴ്ക്കോടതികൾ വരെയുള്ള എല്ലാ കേസുകളുടെ വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിജിറ്റൽ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന പദ്ധതിയാണ് വൺ കേസ് വൺ ഡാറ്റ പദ്ധതി എന്ന് പറയുന്നത്. അല്ലെ, വൺ കേസ് വൺ ഡാറ്റ പദ്ധതി എന്ന് പറയുന്നത്. അല്ലെ, രാജ്യത്തെ എല്ലാ കോടതികളുടെയും വിവരം എന്ത് ചെയ്യാൻ പറ്റും, വളരെ സുതാര്യമായിട്ട് പരിശോധിക്കുന്നതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സഹായകമാകുന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ വെച്ച് തന്നെ സുഹായ്, അല്ലെ, സുഹായ് എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സുഹായ് എന്ന് പറയുന്ന പദ്ധതി, കേന്ദ്ര സർക്കാരിന്റെ അല്ല സത്യം പറഞ്ഞാൽ സുഹായ് എന്ന് പറയുന്നത് ഈ പറയുന്ന സുപ്രീം കോടതിയുടെ സഹായ എന്ന സംവിധാനമാണ് സുഹായ് എന്ന് പറയുന്നത്. അതായത് കോടതി നടപടിക്രമങ്ങളെക്കുറിച്ച്, സേവനങ്ങളെക്കുറിച്ചും, അല്ലെ, കോടതി ഓർത്തിരിക്കണേ, സുസഹായ് എന്ന് പറയുന്നത്. സുസഹായ് എന്നുള്ളത് എന്താണ്? സുസഹായ് എന്ന് പറയുന്നത് ഈ പറയുന്ന കോടതി നടപടികളെക്കുറിച്ചും അതേപോലെ തന്നെ സേവനങ്ങളെക്കുറിച്ചും സാധാരണക്കാർക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനായിട്ട് എന്താണ് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു AI ചാറ്റ് ബോട്ട് ആണെന്ന് പറയുന്നത് സുസഹായ് എന്നതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്, അല്ലെ, എന്താണത്? സുസഹായ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സുസഹായ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ്. അല്ലേ, പ്രധാനമായിട്ടും രക്ഷിതാക്കളുടെ അഭാവം വരുമ്പോൾ എന്താണ് സംരക്ഷണം നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പ് എന്താണ് പ്രഖ്യാപിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ പറയുന്ന എല്ലാ മനുഷ്യരോടും ഒരു അൻപ് വേണം, സ്നേഹം വേണം എന്നുള്ളത്. എന്താണ്? അൻപ് വേണം, സ്നേഹം വേണം, എല്ലാ ജീവജന്തുജാലങ്ങളോടും, അല്ലേ, ഒരു മാനുഷിക പരിഗണന വെച്ച് എന്ത് നമ്മൾ പെരുമാറണമെന്നൊക്കെ പറയാറുണ്ട്. അല്ലേ, അത്തരത്തിൽ ഈ രക്ഷിതാക്കൾക്ക് ചികിത്സ അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്രമവും ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങൾ വരികയാണെങ്കിൽ, അത്തരം ഘട്ടങ്ങൾ വരികയാണെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് താൽക്കാലികമായിട്ട് അഭയം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ വന്നിട്ടുണ്ടായിരുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് അൻപ് വീട് എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. അല്ലെ, എന്താണ്? അൻപ് വീട് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? എന്താണത്? അൻപ് വീട് എന്നുള്ളതാണ്. എന്താണത്? അൻപ് വീട് എന്നുള്ളതാണ്. ഓക്കെ, സെറ്റാണേ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ആരംഭിക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ വാണിജ്യ വിമാന സർവീസ് ഏതാണ്? അല്ലെ, കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് രാജ്യത്തെ തന്നെ ആദ്യത്തെ വാണിജ്യ ജലവിമാന സർവീസ് ഏതാണെന്നുള്ളതാണ്. വാണിജ്യ ജലവിമാന സർവീസ് പേരിനകത്ത് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അല്ലേ, പേര് കേട്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് വരുന്നത്. സീ പ്ലെയിൻ ആണ് വരുന്നത് എന്നുള്ളതാണ്. അല്ലേ, സീ പ്ലെയിൻ ആണ് വരുന്നത്. പണ്ട് അഷ്ടമുടിക്കായലിൻ്റെ അഷ്ടമുടിക്കായലിലൊക്കെ പണ്ട് ഉമ്മൻചാണ്ടിയുടെ സമയത്തൊക്കെ എന്ത് വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നൊരു ഒരു സീ പ്ലെയിനൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും പണ്ട്, അല്ലേ. അപ്പോൾ അതേപോലെ ഒരു പദ്ധതിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന സീ പ്ലെയിൻ എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് DGCയുടെ എന്തിരുന്നു അനുമതി അടുത്തിടെയാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലേ, DGCയുടെ അനുമതി ഇപ്പോഴാണ് അടുത്തിടെയാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അല്ലേ, ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? അപ്പോൾ അതിൻ്റെ പേരെന്താണ്? ഈ പറയുന്ന സീ പ്ലെയിൻ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യമാണ് NCRB. എന്താണ് NCRB? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. അല്ലേ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. അപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ചാർജ് ഷീറ്റിംഗ് റേറ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. അല്ലേ, എന്താണ്? ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് തയ്യാറാക്കണം? ഈ പറയുന്ന രീതിയിൽ ചാർജ് ഷീറ്റ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അല്ലേ, അത്തരത്തിൽ NCRBയുടെ ക്രൈം ഇൻ ഇന്ത്യ 2024 റിപ്പോർട്ട് പ്രകാരം ചാർജ് ഷീറ്റ് റേറ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം,
ചാർജ് ഷീറ്റ് റേറ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മുന്നിലെ ചോദ്യം എന്ന് പറയുന്നത്. അത്തരത്തില് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണത്? കേരളമാണ്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് പരിഹരിച്ച് വിടുന്നതിലും ആ കേസുമായി ബന്ധപ്പെട്ട ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിലും ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് കേരളം എന്ന് പറയുന്നത്. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 72.1% ആയിരിക്കുമ്പോഴും കേരളത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് 94.5% ആര് പറയുന്നത്? ഞാനാണ് പറയുന്നത്? അല്ല, ആരാ പറയുന്നത്? NCRB ആണ് പറയുന്നത്, അല്ലെ? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് പറയുന്നത്. അതേപോലെ തന്നെ കേരളത്തിന് പിന്നിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, അതായത് ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിൽ കേരളത്തിൽ തൊട്ട് പിന്നിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വെസ്റ്റ് ബംഗാളും, അല്ലെ? ഒന്നെന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളും, രണ്ടെന്ന് പറയുന്നത്, അല്ലെ, 2 വെസ്റ്റ് ബംഗാൾ, 3 പറയുന്നത് ഗുജറാത്തുമാണെന്നുള്ളതാണ്, അല്ലെ? ഒന്നാം സ്ഥാനത്ത് കേരളം, അല്ലെ? ഒന്നാം സ്ഥാനത്ത് കേരളം, രണ്ടാം സ്ഥാനത്ത് പശ്ചിമ ബംഗാൾ, മൂന്നാം സ്ഥാനത്ത് ഗുജറാത്ത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കുക. 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയിൽ എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതാണ്. 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതാണ്. എവിടെ വെച്ചായിരിക്കും നടക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ വെച്ചാണ് നടക്കുന്നത്? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്, അല്ലേ? ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടി നടക്കുന്നത് എവിടെയാണത്? ന്യൂഡൽഹിയിൽ വെച്ചാണെന്നുള്ളതാണ്. ന്യൂഡൽഹിയിൽ എവിടെയായിരിക്കാം? പറയാവോ? ന്യൂഡൽഹിയിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 2015 എന്ത് ചെയ്യുന്നത് അവസാനമായിട്ട് ഈ പറയുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി നടക്കുന്നത്, അല്ലേ? അതിനുശേഷം ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഒരു ഉച്ചകോടി നടക്കുന്നത് എന്നുള്ളതാണ്. 2026 എന്ത് ചെയ്യുന്നത് അവസാനമായ ഒരു ഉച്ചകോടി ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്, ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് നടക്കുന്നത്, അല്ലേ? ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് എന്ത് നടക്കുന്നത് ഈ പറയുന്ന ഉച്ചകോടി നടക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ? ഈ പറയുന്ന പ്രധാനമായിട്ടും അജണ്ട എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ പറയുന്ന ആര് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്? അജണ്ട 2050 എന്ന് പറയുന്ന ഒരു ഐഡിയ ആര് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്? ആഫ്രിക്കൻ യൂണിയൻ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. വികസിത് ഭാരത് 2047 എന്ന് പറയുന്ന ഐഡിയ ആര് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്? ഇന്ത്യയും മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്തത്, ഇന്ത്യയുടെ ആദ്യ പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറിയുടെ സ്മരണാർത്ഥം വികസിപ്പിച്ചെടുത്ത പുതിയ ഹൈബ്രിഡ് റോസാപ്പൂവിന്റെ പേരെന്താണെന്നുള്ളതാണ്, അല്ലെ? പറയുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറിയുടെ സ്മരണാർത്ഥം വികസിപ്പിച്ചെടുത്ത പുതിയ ഹൈബ്രിഡ് റോസാപ്പൂവിന്റെ പേരെന്താണെന്നുള്ളതാണ്. പുതിയ ഹൈബ്രിഡ് റോസാപ്പൂവിന്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ക്ലാസ് കേട്ടിരുന്നവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് പിടികിട്ടും, അല്ലെ? പെട്ടെന്ന് പിടികിട്ടും. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? എന്താണ്? ത്രിഭുവൻ എന്നുള്ളതാണ്, അല്ലെ? എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ത്രിഭുവൻ എന്നുള്ളതാണ്, അല്ലെ? ത്രിഭുവൻ പ്രസാദ് സിംഗ് അല്ലെങ്കിൽ TP സിംഗ് എന്നൊക്കെ അറിയപ്പെടും, അല്ലേ? TP സിംഗ് അല്ലെങ്കിൽ ത്രിഭുവൻ പ്രസാദ് സിംഗ് എന്ന് പറയുന്ന അദ്ദേഹം എന്തായിരുന്നു? ഈ പറയുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷന്റെ മുഴുവൻ സമയ, അല്ലെങ്കിൽ പറയുന്ന ആദ്യത്തെ മുഴുവൻ സമയ സെക്രട്ടറിയാണ്, അല്ലെ? ആദ്യത്തെ മുഴുവൻ സമയ സെക്രട്ടറിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറഞ്ഞ TP സിംഗ് എന്നറിയപ്പെടുന്ന ത്രിഭുവൻ പ്രസാദ് സിംഗ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്യുന്നത് ആ റോസാപ്പൂവിന് ത്രിഭുവൻ എന്നുള്ള പേര് എന്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഫോട്ടോയിൽ അദ്ദേഹത്തിന് നെഞ്ചിന്റെ ഈ ഭാഗത്തായിട്ട് എന്ത് കാണാൻ വേണ്ടി പറ്റും? ഒരു റോസാപ്പൂ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, നിങ്ങൾ ആ ഒരു ഇമേജ് ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ ത്രിഭുവൻ പ്രസാദ് സിംഗിന്റെ സ്മരണാർത്ഥം എന്ത് ചെയ്തു? പുതിയൊരു റോസാപ്പൂവിന് പേരിട്ടിരിക്കുന്നത് എന്താണ്? ത്രിഭുവൻ എന്നുള്ള പേരാണ് ഇട്ടിരിക്കുന്നത്, അല്ലെ? ത്രിഭുവൻ. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാം. അടുത്തതാണ് AMR ചെറുക്കുന്നതിനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആലപ്പുഴയിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്നുള്ളതാണ്, അല്ലെ? ഈ പറയുന്ന ARM ചെറുക്കുന്നതിനായിട്ട് കേരളത്തിൽ ആരോഗ്യ വകുപ്പ് ആലപ്പുഴയിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്നുള്ളതായിരുന്നു. എന്താണ് ആ പദ്ധതിയുടെ പേര്? എന്താണ്? ഈ പറഞ്ഞ ദേശീയ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പദ്ധതിയാണ്, അല്ലേ? നമ്മൾ പറയാറുണ്ട് ഈ പറയുന്ന രീതിയിൽ ഈ വള്ളംകളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പം അമരക്കാരെന്നൊക്കെ പറയാറില്ലേ? അതേപോലെ അമരം എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചോർത്തിരിക്കുക. എന്താണത്? അമരം എന്നുള്ളതാണ്, അല്ലേ? എന്താണ് അതിന്റെ പേര്? അമരം എന്നുള്ളതാണ്. ഇപ്പൊ ആലപ്പുഴ വള്ളംകളി, അല്ലെ? ഈ പറയുന്ന എവിടെ കേരളത്തിൽ നിന്നൊക്കെ വിളിക്കുന്ന കാലം വന്ന് സിനിമ ചെയ്യുകയാണെങ്കിൽ ആലപ്പുഴ കാണിക്കും, എന്തും കാണിക്കും, വള്ളംകളിയും കാണിക്കും, അല്ലെ? വള്ളംകളിയും കാണിക്കും. അപ്പൊ അതിന് അമരത്തിരുന്ന് ഒരാൾ തുഴയുന്നു എന്നുള്ളത് എന്ത് ഓർത്തിരുന്നാൽ മതി? അമരം, അല്ലെ? അമരം എന്ന് പറഞ്ഞാൽ എന്താണ് അമരം? അമരം സ്റ്റാൻഡ്സ് ഫോർ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം എന്നുള്ളതാണ് കേട്ടോ. എന്താണത്? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം എന്നുള്ളതാണ് ഈ പറയുന്ന അമരം എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്, അല്ലെ? എന്താണ്? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം എന്നുള്ളതാണ് എന്ന് പറയുന്നത് അമരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കുക. അടുത്തത് സിംഗപ്പെണ്ണ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം. സിംഗപ്പെണ്ണ പേര് കേൾക്കുമ്പോഴേ അറിയാം സിംഗപ്പെണ്ണ ആരാണ്. സിംഗപ്പെണ്ണ, അല്ലേ?
പേര് കേൾക്കുമ്പോഴേ അറിയാം സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞ് പേരിടണമെങ്കിൽ അവർ ഏത് സംസ്ഥാനമായിരിക്കണം? നമ്മുടെ വിജയണ്ണൻ്റെ തമിഴ്നാടായിരിക്കണം അല്ലേ? തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? സി വിജയ് ആണ് അല്ലേ? ആരാണത്? സി വിജയ് ആണ്. സി ജോസഫ് വിജയ് ആണ് അല്ലേ? ചന്ദ്രശേഖർ ജോസഫ് വിജയ് ആണ് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അല്ലേ? സ്റ്റാലിന് ശേഷം എന്ത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാവുന്ന വ്യക്തിയാണ്. 2 വർഷം മാത്രം പഴക്കമുള്ള ഒരു പാർട്ടി അല്ലേ? തമിഴ് വെട്രി കഴകം എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നും അല്ലേ ഈ വട്ടം ഈ പറയുന്ന ലോക്സഭകളിലേക്ക് മത്സരിച്ച് എന്താണ് ഏകദേശം 108 സീറ്റോട് കൂടി തന്നെ എന്ത് ചെയ്യുന്നത് വന്ന ഒരു കക്ഷിയും കൂടിയാണ് ഇപ്പം തമിഴ് വെട്രി കഴകം. അതിന് മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ടായിരുന്ന അമരക്കാരനാണ് ആരെന്ന് പറയുന്നത് ഇവിടെ ജോസഫ് വിജയ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനമാണ് എന്ത് കൊണ്ടുവന്നത്? സിംഗപ്പൂർ എന്ന് പറയുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ത് ചെയ്യുന്നത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അടുത്ത നോക്കുക. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ലോ എമിഷൻ സോൺ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നഗരം. ലോ എമിഷൻ സോൺ നടപ്പിലാക്കാൻ വേണ്ടി ഒരുങ്ങുന്ന നഗരം എന്ന് പറയുന്നത് ഏത് നഗരമാണ്? ഏതാണ്? ഓക്സ്ഫോർഡ് ഓഫ് ദ ഈസ്റ്റ് അല്ലേ? കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന നഗരം ഓക്സ്ഫോർഡ് ഓഫ് ദ ഈസ്റ്റ് അല്ലേ? നമ്മളെല്ലാം ഇന്ന് പഠിച്ചതാണ്. ഏറ്റവും കൂടുതലേക്ക് പഴയ പുരാതനമായിട്ടുണ്ടായിരുന്ന ഇപ്പം എന്താണ് ഒരുപാട് പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു വലിയൊരു എന്താണ് കേന്ദ്രവും കൂടിയാണ് ഈ പറയുന്ന പൂനെ എന്ന് പറയുന്നത് അല്ലേ? ഏതാണ് സ്ഥലം? പൂനെ എന്ന് പറയുന്നത്. അത് പഠിച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുണ്ടായിരുന്ന ഒരു അക്കാഡമി അല്ലെ? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെയിലെ കഥക് ബസയിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ലോ എമിഷൻ സോൺ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നഗരം എന്ന് പറയുന്നതും ഏത് നഗരം തന്നെയാണത്? മഹാരാഷ്ട്രയിലെ പൂനെയാണെന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് പൂനെ മഹാരാഷ്ട്രയിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മഹാരാഷ്ട്രയിലാണെന്ന് പറയുന്നത് പൂനെ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം 2 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും ഇത് പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ്. ലോ എമിഷൻ സോൺ എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പൊല്യൂഷൻ കുറയ്ക്കാനാണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പായ ഈ ജാദുഗായ് പിറ്റാരെ ആരെയാണ് സഹായിക്കുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യുന്നത് ഗുണം ലഭിക്കാൻ വേണ്ടി പോകുന്നത് ആർക്കാണെന്നുള്ളതാണ്. ആർക്കായിരിക്കും വേണ്ടി ഗുണം ലഭിക്കാൻ വേണ്ടി പോകുന്നത്? 8 വയസ്സിനും താഴെയുള്ള കുട്ടികളുടെയും മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായിരിക്കും ഇതിന് ഗുണം ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകർക്ക് അധ്യാപന എന്താണ് മാർഗനിർദ്ദേശം നൽകുന്നതിനായിട്ടൊരു പുതിയ ബോട്ട് വരുന്നുണ്ട്. ആ ബോട്ടിൻ്റെ പേരാണ് ടീച്ചർ താര എന്ന് പറയുന്നത് അല്ലേ? എന്താണ് അതിൻ്റെ പേര്? ടീച്ചർ താര. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന രീതിയിൽ അധ്യാപകർക്ക് അധ്യാപന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ താര വരുന്നു. കുട്ടികളെ വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എന്തും വരുന്നുണ്ട്? പാരന്റ് താരയും വരുന്നുണ്ട് അല്ലേ? എന്താ അതിൻ്റെ പേര്? പാരന്റ് താരയും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഓക്കെ അല്ലേ? അതേപോലെ കുട്ടികൾക്കായിട്ട് പുതിയ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കഥകൾ തയ്യാറാക്കുന്ന ഒരു ബോട്ടും കൂടി വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടും കൂടെ ഉണ്ട്. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചാറ്റ് ബോട്ടും കൂടെ ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരെന്ന് പറയാൻ കഥാസഖി എന്നുള്ളതാണ്. ഓർത്തിരിക്കട്ടെ, കഥാസഖി എന്നുള്ളതാണ് അതിൻ്റെ പേര്. ഓക്കെ അല്ലേ? അടുത്തതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയമായി മാറാൻ ഒരുങ്ങുന്ന ഗ്രാമം ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയമായി മാറാൻ ഒരുങ്ങുന്ന ഗ്രാമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് അത് എവിടെയായിരുന്നു? അത് തെലങ്കാനയിലെ വാറങ്കലായിരുന്നുവെങ്കിൽ അല്ലേ? 20,000-2,000 വരുന്ന പുരാവസ്തുക്കളുള്ള വാറങ്കലായിരുന്നുവെങ്കിൽ അന്ന് അതിനെ കടത്തിവിട്ടിക്കൊണ്ട് കർണാടകയിലെ ലക്കുണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? 3000-ലധികം പുരാവസ്തുക്കളുമായിട്ട് എന്താണ് മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. 3000-ലധികം ചരിത്രാവിശേഷിപ്പുകളുള്ള അല്ലെങ്കിൽ ചരിത്രാവശിഷ്ടങ്ങളുള്ള അല്ലെ ഒരു സ്ഥലമാണെന്ന് പറയുന്നത് ഈ പറയുന്ന ലക്കുണ്ടി എന്ന് പറയുന്നത്. അതെവിടെയാണത്? കർണാടകയിലാണ് എന്നുള്ളതാണ് അല്ലെ? എവിടെയാണത്? കർണാടകയിലാണെന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കുക. കേരളത്തിന്റെ കവചം ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ മാതൃക സ്വീകരിച്ച സംസ്ഥാനം ഏതാണ്? കവചം എന്ന് പറഞ്ഞ എന്താണ്? കവചം അല്ലേ? കവചം എന്താണ്? കവചം അല്ലേ? എന്താണ് കവചം എന്ന് പറയുന്നത്? കേരള ഓർത്തിരിക്കണേ. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ്. ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ് പറയുന്നത് കവചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള വാർണിംഗ്സ്
ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണെന്ന് പറയുന്നത് കവചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കണേ, കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് എന്നുള്ളതാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന കവചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളം പ്രധാനമായിട്ട് ഇത് വികസിപ്പിച്ചെടുത്ത ഒരു ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമാണ്, അല്ലെങ്കിൽ ഏർലി വാണിംഗ് സിസ്റ്റമാണ് എന്ന് പറയുന്നത്. ഏർലി വാണിംഗ് സിസ്റ്റം ആണെന്ന് പറയുന്നത് ഈ പറയുന്ന കവചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ കവചം എന്ന് പറയുന്ന ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം മാതൃക സ്വീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണത്? ഒഡീഷയാണ് അല്ലേ? എന്താണത്? ഒഡീഷയാണെന്നുള്ളതാണ്. അടുത്തത്, കേരളത്തിലെ MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പള ആനുകൂല്യ പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതായിരുന്നു എന്നുള്ളതാണ് അല്ലേ? കേരളത്തിലെ MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പള ആനുകൂലികൾ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്നുള്ളതാണ്. അവരുടെ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ കൊണ്ടുവന്നായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏതാണ്? പൊതുവെ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനപരമായിട്ടുള്ള കമ്മീഷൻസ് വരുമ്പോൾ അതിൻ്റെ തലപ്പത്ത് ഒരാൾ കാണും. മുൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ? എന്താണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, EWS-ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കമ്മീഷൻ അല്ലേ? ഈ പറയുന്ന EWS-ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കമ്മീഷൻ. അതേപോലെ തന്നെ ഈ അടുത്തിടെ നമ്മുടെ തൃശ്ശൂരിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നതാണ് പൊട്ടിത്തെറി ഉണ്ടല്ലോ. ഈ പറയുന്നതാണ് പടക്ക നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഈ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് പടക്ക നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിലെ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കമ്മീഷനും ഇത് തന്നെയാണ്, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ തന്നെയാണ് അല്ലേ? അപ്പോൾ അതിങ്ങനെ ഒരുപാട് കമ്മീഷൻസിൻ്റെയൊക്കെ തലപ്പത്ത് നിന്ന് വഹിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ പ്രശസ്തനാണ് അല്ലേ? പൂർത്തിരിക്കുക ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ എന്നുള്ളതാണ് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ്, കിലോമീറ്റർ നീളമുള്ള പാക്ക് കടലെടുക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണെന്നുള്ളതാണ് അല്ലേ? ഏതാണ് ആ വ്യക്തി? ഈ പറയുന്ന നമ്മുടെ ആ നീന്തി കടന്ന വ്യക്തി ഒരിക്കലും മുങ്ങുകയില്ല സാർ അല്ല, ഈ പറയുന്ന ഈ കപ്പൽ മുങ്ങുകയില്ല സാർ എന്ന് പറയാറില്ലേ? അപ്പോൾ ഓർത്തിരിക്കണം, ഏതാണ് ഈ സിംഗ് മുങ്ങിയില്ല, ഇത് സിംഗ് ചെയ്യത്തില്ല, സിങ്ക് അല്ലേ? മുങ്ങിപ്പോത്തില്ല, സിങ്ക് ചെയ്യത്തില്ല. അപ്പം അദ്ദേഹത്തിന്റെ പേര് എന്ത് സിംഗ് എന്നുള്ളതാണ്? ഇഷാങ്ക് സിംഗ് എന്നുള്ളതാണ് അല്ലേ? എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഇഷാങ്ക് സിംഗ്. വളരെ ചെറിയൊരു പയ്യനാണ് കേട്ടോ. ഇപ്പൊ കിലോമീറ്റർ നീളമുള്ള പാക്ക് കടലെടുക്ക നീന്തി കിടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഇഷാങ്ക് സിംഗ് ആണ്. അടുത്തത്, സംവിധായക മീരാ നായർ ഒരുക്കുന്ന അമ്രി എന്ന ജീവചരിത്ര സിനിമ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണെന്നുള്ളതാണ്? അമ്രി എന്ന ജീവചരിത്രം ആരുടെ സിനിമ അല്ലെങ്കിൽ ആരുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന മീരാ നായർ പുതിയ സിനിമ പിടിക്കുന്നത് അല്ലെ? ആരുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അമ്രി എന്ന പേരിൽ ഈ പറയുന്ന സംവിധായകയായിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ അമേരിക്കൻ സംവിധായികയായ മീരാ നായർ എന്ത് ചെയ്യുന്നത്? ഒരു സിനിമ പിടിക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ് അദ്ദേഹത്തിന്റെ അവരുടെ പേരെന്താണ്? അവരുടെ പേര്? അമൃത ഷേർഗിൽ എന്നുള്ളതാണ് അല്ലെ? അമൃത ഷേർഗിൽ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവരുടെ പേരെന്ന് പറയുന്നത് അല്ലേ? അതിനകത്ത് അഞ്ജലി ശിവരാമനാണ് എന്ത് ചെയ്യുന്നത്? അമൃത ഷേർഗിലായിട്ട് എന്ത് ചെയ്യുന്നത്? വേഷം ഇടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഓർത്തിരിക്കണേ, അഞ്ജലി ശിവരാമൻ. അല്ല, അപ്പോൾ അതെന്ത് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു പഞ്ചാബി ഫാമിലിയിൽ യൂറോപ്പിലാണ് എന്ത് ചെയ്യുന്നത് അവർ ജനിച്ച് വളരുന്നത്. ഒരു പെയിന്ററൊക്കെ ആയിരുന്നു. ഓക്കെ, വളരെ റിനൗണ്ട് ആയിട്ടുള്ള പെയിന്ററൊക്കെയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന അമൃത ഷേർഗിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഷാങ്ഹായിൽ നടന്ന ആർച്ചറി ലോകകപ്പ് 2ാം മത്സരത്തിൽ റിക്കർവ് വിഭാഗത്തിൽ സ്വർണ്ണം നേടി ഇന്ത്യൻ വനിതാ ടീമിൽ അംഗമല്ലാത്തത് ആരാണെന്നുള്ളതാണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അല്ലേ? ആരാണ് അത് അംഗമല്ലാത്തത്? ആരാണ് വരുന്നത്? മനു ഭാക്കറാണ് അത് അംഗമല്ലാത്തത് എന്നുള്ളതാണ്. മനു ഭാക്കറാണ് എന്ത് ചെയ്യുന്നത് അംഗമല്ലാത്തത്. ബാക്കി 3 പേരും എന്താണ്? അംഗങ്ങളാണ്. അടുത്തത്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നൃത്ത പരിപാടിയുടെ പേരെന്താന്നുള്ളതാണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്ന നൃത്ത പരിപാടിയുടെ പേരെന്താന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് നാട്യ എന്നുള്ളത് അല്ലേ? ഈ പറയുന്ന നൃത്തം എന്ന് പറയുന്നതിനകത്ത് എന്തുമുണ്ട്? ഒരു നാട്യമുണ്ട് എന്നുള്ളതാണ്. നാട്യം ഉദ്ദേശിക്കുന്ന ഒരു ആക്ഷനും മറ്റേ കണക്ക് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നൃത്ത പരിപാടിയുടെ പേര്. നൃത്തത്തിനകത്ത് എന്തും കാണും, ആ ഭാവരസങ്ങളും ഇങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ വന്ന് മാറാറുണ്ട് അല്ലെ? അത്തരത്തിൽ നാട്യ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നൃത്ത പരിപാടിയുടെ പേരെന്ന് പറയുന്നത്. നാട്യയുടെ സംഘാടകർ എന്ന് പറയുന്നത് ടാലന്റ് ബാങ്കേഴ്സ് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള ആലപ്പുഴയിലുള്ള സംഘാടകയാണ് കേട്ടോ. ആലപ്പുഴയിലുള്ള സംഘടനയാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിംഗിൾ മോസ്റ്റ് അസിമെട്രിക് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ഏതാണെന്നുള്ളതാണ് അല്ലേ? ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിംഗിൾ മോസ്റ്റ് അസിമെട്രിക് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ഏതാണെന്നുള്ളതാണ്. അതിന്റെ പേരാണ് ദാൻജിയാങ് പാലം എന്ന് പറയുന്നത്. എവിടെയാണത്? തായ്വാനിലാണ്. എവിടെയാണത്?
തായ്വാനിലാണ്. അടുത്ത് നോക്കുക, 2026 ലാലിഗ ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണെന്നുള്ളതാണ്. അല്ലെ, ലാലിഗ ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ടായിരുന്ന ടീം ഏതാണ്? കണ്ണും പൂട്ടി ഉത്തരവ് എഴുതാം. ബാഴ്സലോണ എന്നുള്ളതാണ് അവരുടെ പേര്. അല്ലേ, ബാഴ്സലോണ എന്നുള്ളതാണ് അവരുടെ പേര്. ബാഴ്സലോണ 29ാമത് ലാലിഗ കിരീടമാണ് എന്ത് ചെയ്യുന്നത്? 29ാമത് ലാലിഗ കിരീടമാണ് എന്ത് ചെയ്യുന്നത്? ബാഴ്സലോണ തൂക്കുന്നത്. അല്ലേ, ഈ ലാലിഗ നടക്കുന്നത് എവിടെയാണ്? സ്പെയിനിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അല്ലെ, സ്പെയിനിലാണ് നടക്കുന്നത്. ആരെയാണ് തോൽപ്പിച്ചത്? റയൽ മാഡ്രിഡിനെയാണ് എന്ത് ചെയ്യുന്നത്? അവർ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലേ, റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് എന്ത് ചെയ്യുന്നത്? അവര് പരാജയപ്പെടുത്തുന്നത്. എതിരില്ലാത്ത 2 ഗോളിനാണ് എന്ത് ചെയ്യുന്നത്? അവർ പരാജയപ്പെടുത്തുന്നത്. അടുത്തത്, സോമനാഥ ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ 175ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ നാണയം എത്ര രൂപയുടെയാണെന്നുള്ളതാണ്. എത്ര രൂപയുടെയാണ്? 75 രൂപയുടെയാണ് നാണയം എന്ന് പറയുന്നത്. അല്ലേ, എത്ര രൂപയുടെയാണ്? 75 രൂപയുടെയാണ് എന്ത് നാണയം എന്ന് പറയുന്നത്. അല്ലേ, അപ്പൊ സോമനാഥ ക്ഷേത്രത്തെ പുനർനിർമ്മാണത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടെയാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, 75 രൂപയുടെ നാണയമാണ്. അല്ലെ, 75ാം വാർഷികത്തോടനുബന്ധിച്ച് 75 രൂപയുടെ നാണയം. അല്ലേ, അത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാണ്? 1951 എന്ത് ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സോമനാഥ ക്ഷേത്രം തുറന്നു കൊടുത്തത് അന്നത്തെ രാഷ്ട്രപതിയായിട്ടുണ്ടായിരുന്ന രാജേന്ദ്ര പ്രസാദ് ആണ്. അല്ലേ, ആരാണിത്? രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ ആണേ, ഓർത്തിരിക്കണം ആരാണത്? രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടെ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം, ആകാശഗംഗയുമായി ലയിച്ചു ചേർന്നതായി കരുതപ്പെടുന്ന കുള്ളൻ ഗാലക്സിയുടെ പേരെന്താന്നുള്ളതാണ്. അല്ലെങ്കിൽ ആകാശഗംഗയുമായി ലയിച്ചു ചേർന്നിട്ടുണ്ടായിരുന്ന കുള്ളൻ ഗാലക്സിയുടെ പേരെന്താന്നുള്ളതാണ്. അതിന്റെ പേരാണ് ലോക്കി. അല്ലെ, എന്താണ് ലോക്കി എന്ന് പറയുന്നത്? വളരെ ചെറിയൊരു ഗാലക്സിയാണ് ഈ ലോക്കി എന്ന് പറഞ്ഞാൽ കേട്ടോ. മേർജ് ചെയ്തതാണ്, നമ്മുടെ ഈ പറയുന്ന മിൽക്കി വേ ആയിട്ട് ചെന്ന് മേർജ് ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് മാറിയ ഒരു ഗാലക്സിയാണ്, ഒരു കുള്ളൻ ഗാലക്സിയാണ് ഈ പറയുന്ന ലോക്കി എന്ന് പറയുന്നത്. നമ്മുടെ മിൽക്കി വേയുടെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ഒരു ഗാലക്സി എന്ന് പറയുന്നത് എന്താണ്? ആൻഡ്രോമഡ ഗാലക്സിയാണ് കേട്ടോ. എന്താണത്? ആൻഡ്രോമഡ ഗാലക്സിയാണ്. അടുത്തത്, കൃഷി, പോഷകാഹാരം, ആരോഗ്യം, സംരക്ഷണം എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത്? ആരംഭിച്ച മിഷൻ. അല്ലെ, ഏതാണ് ആ മിഷൻ? മിഷന്റെ പേരാണ് സെഹത്ത് മിഷൻ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ പേര്? സെഹത്ത് മിഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ, എന്താണ് അതിന്റെ പേര്? സെഹത്ത് മിഷൻ എന്നുള്ളതാണ്. സെഹത്ത് മിഷൻ. സെഹത്ത് എന്നുള്ളതാണ് മിഷന്റെ പേരെന്ന് പറയുന്നത്. സെഹത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സയൻസ് എക്സലൻസ് ഫോർ ഹെൽത്ത് ത്രൂ അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. അല്ലെ, സയൻസ് എക്സലൻസ് ഫോർ ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണെന്ന് പറയുന്നത്. സെഹത്ത് എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അറിയാവോ? ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണത്? ആ ഹെൽത്തി ഫുഡ്, ഹെൽത്തി ഫാംസ്, ഹെൽത്തി ഇന്ത്യ എന്നുള്ളതാണ്. അല്ലെ, ഹെൽത്തി ഫുഡ്, ഹെൽത്തി ഫാംസ്, ഹെൽത്തി ഇന്ത്യ, ഹെൽത്തി ഇന്ത്യ എന്നുള്ളതാണ്. അടുത്തത്, ഇന്ത്യയുടെ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിൽ ആദ്യമായി ഏറ്റവും വലിയ അസംസ്കൃത വസ്തുവായത് ഏതാണെന്നുള്ളതാണ്. അല്ലേ, ഇന്ത്യയുടെ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയ അസംസ്കൃത വസ്തുവായി മാറിയത് ഏതാണെന്നുള്ളതാണ്. കരിമ്പിനെയും മറികടന്നുകൊണ്ട്. അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്തനോളൊക്കെ പ്രധാനമായിട്ട് നിർമ്മിക്കുന്നത് കരിമ്പിൽ നിന്നായിരുന്നു. എന്നാൽ ഇപ്പൊ എന്തിലേക്ക് മാറി? ഈ പറയുന്ന ഗ്രെയിൻസിലേക്ക് മാറി. അല്ലെ, ഗ്രെയിൻസിൽ ഏറ്റവും പ്രധാനി ആരാണ്? ചോളമാണ്. അല്ലേ, മീസാണ്, ചോളമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, എന്താണ്? ആ ചോളമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കാം. കരിമ്പിനെയും മറികടന്ന് ചോളം എന്തായി മാറി? ഇന്ത്യയിൽ 1ാം നമ്പർ എഥനോൾ സ്രോതസ്സായിട്ട് എന്ത് ചെയ്തു? മാറി എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. E20 പെട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? E20 പെട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് 20% പെട്രോൾ, 20% എത്തനോൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പമ്പിൽ പോയി അടിക്കുന്ന E20 പെട്രോളിനകത്ത് എന്തുണ്ട്? 20% എത്തനോൾ ഉണ്ട്. അല്ലെ, മുഴുവനും പെട്രോൾ അല്ല, 20% എന്താണ്? എത്തനോളാണ്. ഓക്കെ, അടുത്തത്, 2026 ഇൻക പുരസ്കാരത്തിൽ മികച്ച മലയാള നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നുള്ളതാണ്. മികച്ച മലയാള നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നമ്മുടെ സ്വന്തം നിവിൻ പോളിയാണ്. അല്ലേ, നമ്മുടെ സ്വന്തം നിവിൻ പോളിയാണ്. ഏത് ചിത്രം പറയാവോ? ഏതാണത്? സർവം മായാണ്. അല്ലേ, ഏതാണത്? സർവം മായ എന്ന് പറയുന്ന, സർവമായ എന്ന് പറയുന്ന ചിത്രത്തിനാണ് എന്ത് ചെയ്തത്? നിവിൻ പോളിക്ക് മികച്ച നടനുള്ള ഇൻക പുരസ്കാരം നേടിക്കൊടുത്തത്. മികച്ച നടി എന്ന് പറയുന്ന ഏതാണ്? മികച്ച നടി എന്ന് പറയുന്നത്, മികച്ച നടി ആരാണത് അറിയാവോ? പറയുന്ന കല്യാണി പ്രിയദർശൻ. അല്ലേ, കല്യാണി പ്രിയദർശനാണ് കേട്ടോ. കല്യാണി പ്രിയദർശൻ. ഏതാണ്? ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന മൂവിക്കാണ് എന്ത് ചെയ്യുന്നത്? മികച്ച മലയാള നടിക്കുള്ള, മികച്ച നടി എന്നുള്ളത് മികച്ച മലയാള നടി കേട്ടോ. മികച്ച മലയാള നടിക്കുള്ള അവാർഡ് എന്ത് ചെയ്യുന്നത്? നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത് നോക്കുക, 16ാം കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളതാണ്. 16ാം കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി, അതേപോലെ തന്നെ 13ാമത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? 13ാമത്തെ ചീഫ് മിനിസ്റ്ററും
16ാം കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി ആരാണെന്നുള്ള ഒരേ ഒരു പേര്. ഏതാണ് ആ പേര്? വി.ഡി. സതീശൻ എന്നുള്ളതാണ് ആ പേര്. പറവൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടായിരുന്ന വി.ഡി. സതീശനാണ് കേരളത്തിന്റെ 13ാമത് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെ? 16ാമത് കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാം, പ്രതിപക്ഷ നേതാവ് ആരാണ്? പ്രതിപക്ഷ നേതാവ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം എന്ത് ചെയ്യുന്നത് കേരളത്തിന്റെ ഭരണനിർവഹണം നടത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ശ്രീ പിണറായി വിജയനാണ്, അല്ലേ? പിണറായി വിജയനാണ്, അല്ലേ? അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്? ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ് ആര് ജയിക്കുന്നത്? പിണറായി വിജയൻ ജയിക്കുന്നത്. ഇദ്ദേഹം പറവൂര്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്തത്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? അത് ആരാണ്? മാറിയിട്ടില്ല, പഴയ ആള് തന്നെ. ആരാണത്? അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ വി ആനന്ദ് നാഗേശ്വർ എന്ന് പറയുന്നത്. 18ാമത് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. 18ാമത് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ആനന്ദ് നാഗേശ്വർ എന്ന് പറയുന്നത്, അല്ലെ? ആനന്ദ് നാഗേശ്വർ എന്ന് പറയുന്നത് ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ്. ആരെന്ന് പറയുന്നത്? ഇദ്ദേഹം എന്ന് പറയുന്നത് 2022 മുതൽ എന്തായിരുന്നു? അദ്ദേഹം അഡ്വൈസർ തന്നെ ആയിരുന്നു, അല്ലെ? അദ്ദേഹം എന്താണ് ഈ ഒരു പദവിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 2026-27 വർഷത്തേക്ക് കൂടി എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണേ? അടുത്ത് നമുക്ക് നോക്കാം. മദ്യം ഉപയോഗിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സിൽ നിന്ന് 21 വയസ്സാക്കി ഉയർത്താൻ അടുത്തിടെ തീരുമാനം എടുത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അല്ലേ? ഈ പറയുന്ന 18-ൽ നിന്ന് എന്ത് ചെയ്യുന്നു? 21-ലേക്ക് മദ്യം കഴിക്കാനുള്ള പ്രായപരിധി കൂട്ടിയത് ഇന്നലെ പഠിച്ചതേ ഉള്ളൂ. ഏതാണത്? തമിഴ്നാടാണ്. ഏതാണത്? തമിഴ്നാടാണ്. നമ്മുടെ സ്വന്തം വിജയണ്ണനാണ് അങ്ങനെ ആക്കിയത്. ഓക്കെ, അടുത്തത് 2027 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? അല്ലെ? 2027 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? അതിന്റെ പേര്? താഷ്കന്ത്. എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാനിലാണ്, അല്ലെ? ഉസ്ബെക്കിസ്ഥാനിലാണ്. ഓക്കെ, അതിനു മുമ്പ് 2025 കൂടി തന്നെ എന്തായിരുന്നു? നമ്മുടെ ഡൽഹിയിലായിരുന്നു, അല്ലെ? ന്യൂഡൽഹിയിലായിരുന്നു എന്ത് 2025 എന്ത് ചെയ്യുന്നത്? പാരാലിമ്പിക്സ് നടന്നിട്ടുണ്ടായിരുന്നത്, പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് ഈ ന്യൂഡൽഹിക്ക് മുമ്പ് എന്ത് ചെയ്യുന്നത്? കോബെ എന്ന് പറയുന്നത് എവിടെയാണ്? ജപ്പാനാണ് കേട്ടോ. ജപ്പാനിലാണ് എന്ത് ചെയ്യുന്നത്? അതിന് മുമ്പ് എന്ത് ചെയ്യുന്നത്? നടന്നിട്ടുണ്ടായിരുന്നത്, അല്ലെ? ന്യൂഡൽഹിക്ക് മുമ്പ് കോബെ ജപ്പാൻ. ആദ്യം കോബെ ജപ്പാൻ, അതിനുശേഷം എന്ത് ചെയ്തു? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് താഷ്കന്ത് ഉസ്ബെക്കിസ്ഥാൻ. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ടും. ഇത് കൂടാതെ ഒരുപാട് ചോദ്യങ്ങൾ ഈ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യും നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഇനി വരാൻ വേണ്ടി പോകുന്ന LD പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ മിഷൻ LDC 2027 വേണ്ടി ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് താഴെ കാണുന്ന വിളിച്ചിട്ട് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. താഴെ കാണുന്ന നമ്പറുണ്ട്, നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ 2026 അവസാനത്തോടു കൂടി തന്നെ LDയുടെ നോട്ടിഫിക്കേഷൻ വരും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ വളരെ നേരത്തെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? എന്നിരുന്നാൽ മാത്രമേ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ച് സിലബസ് മാറാനും റിവിഷൻ ചെയ്യാനും അതേപോലെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മൾ വിളിച്ചെന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മൾ വളരെ പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങളാർക്കും അറിയാം ഡെയിലി കറണ്ട് അഫയേഴ്സ് വളരെ വ്യക്തമായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്ത് പോയ ടോപ്പിക്കുകൾ തന്നെയാണ്. ഓക്കെ, ഒരു റിവിഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു ക്ലാസ്സിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു റിവിഷൻ എന്ന രീതിയിൽ ഈ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് എന്ത് ചെയ്യാം? സെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക? താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ. എന്ത് ചെയ്യാം? അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ബൈ.